കേരളത്തെ അപമാനിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനം അവകാശങ്ങൾ ചോദിക്കുന്നത് ഭിക്ഷയാചിക്കില്ലെന്ന വി മുരളീധരൻ. കേന്ദ്ര സർക്കാരിൽ നിന്ന് യാചിച്ചു കിട്ടുന്ന പണം കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു. ഭിക്ഷയാചിച്ചു മേടിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് യാചിച്ച് കിട്ടുന്ന പണം കൊണ്ട്. ആ പണം കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഏറ്റവും മികച്ച സാമ്പത്തിക മാനേജ്മെൻറ്റാണെന്നാണ്. മാത്രമല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാലഗോപാൽ ആവശ്യപ്പെടുന്നത് പോലെയുള്ള നിലവിലുള്ള ഒരു മാനദണ്ഡവും മാറ്റാൻ കോടതി പറഞ്ഞിട്ടില്ല. കോടതി ആകെ പറഞ്ഞത് തൽക്കാലം ഔദാര്യം കാണിക്കണം. ഇന്നലെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് രക്ഷാ പാക്കേജ് എന്നാണ്. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കേരളത്തെ ആകമാനം അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളം ഇത്തരത്തിൽ വലിയൊരു നിയമ പോരാട്ടം നടത്തുകയും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭിക്ഷ യാചിക്കുകയാണ് എന്ന രീതിയിൽ തരംതാണ ഒരു പരാമർശം മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാജ്കുമാർ, അവകാശങ്ങൾ ചോദിക്കുന്നത് ഭിക്ഷയാചിക്കും പോലെ എന്ന് തന്നെ അടിവരയിട്ടുകൊണ്ടായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ അധിക്ഷേപം. ആറ്റിങ്ങൽ മണ്ഡലം NDA സ്ഥാനാർത്ഥി കൂടിയാണ് വി മുരളീധരൻ. മുമ്പും ഇതേപോലെ തന്നെ കേരളത്തെ അപമാനിക്കുന്ന പല നിലപാടുകളും BJP നേതാക്കന്മാരും കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നു. അമിത്ഷാ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇതെല്ലാം. കേരളം കേന്ദ്രത്തിന് മുന്നിൽ യാചിച്ചു കിട്ടുന്ന പണം കൊണ്ടാണ് സംസ്ഥാനത്ത് കാര്യങ്ങൾ നടത്തുന്നത്. 10 ദിവസം പോലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യം മാനേജ്മെന്റ് ചെയ്യാൻ കഴിയാത്ത സർക്കാരും ധനമന്ത്രിയുമാണ് കേരളത്തിൽ. അവർ സഹായത്തിനായി സുപ്രീം കോടതിയിൽ വാദിക്കുകയാണ്. ഭിക്ഷയാചിച്ച് മേടിക്കുന്നത് പോലെയാണ് പണം കേന്ദ്രത്തോട് ചോദിച്ചു വാങ്ങുന്നത്. എന്നിട്ട് പറയുന്നു കേരളത്തിന്റേത് മികച്ച മാനേജ്മെന്റ് ആണെന്ന്. കേരളത്തിന്റെ വാദമൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കേസ് പിൻവലിച്ചാൽ കേരളത്തെ സഹായിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായി എന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.